ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ബീഫും കപ്പയും ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ കപ്പ കണ്ടില്ലേ, അത് ഐസ് ഇട്ട കപ്പ കേട്ടോ. അങ്ങനെ ഇവിടുത്തെ അടുത്തുള്ള കടയിൽ നിന്ന് കിട്ടിയതാണ്. ബീഫ് അതന്നെ ഐസ് അയക്കണം. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിടണം രണ്ടും. അപ്പോൾ 2 പേക്ക് കപ്പ ഒരു പേക്ക് ബീഫും വെള്ളത്തിലിട്ടിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതായിട്ട് വരട്ടെ. അപ്പോൾ ബീഫ് ഒക്കെ ഐസൊക്കെ പോയി നമ്മൾ ചെറുതായി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. നുറുക്കി കുക്കറിലിടാണ്. അപ്പോൾ കുക്കറിലിട്ടിട്ട് അതിക്ക് വേണ്ട മസാലകളൊക്കെ ചേർക്കാം. അപ്പോൾ അതിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളകൊക്കെ ചതച്ചത് ഒക്കെ പാടെ ചതച്ചതാട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. അടുപ്പത്ത് വെക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് വേവാൻ ആവശ്യമുള്ള കയ്യുമ്പത്തെ മസാല കൈക്ക് പൊയ്ക്കോട്ടെ വെച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ അത് അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പൂള കപ്പ എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ അതിൻ്റെ നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായി ഒന്ന് നുറുക്കി കൊടുത്തുട്ടോ. എന്നിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയെടുത്തു. അതായത് ഒന്ന് തിളപ്പിച്ച് ഊറ്റി. അപ്പത്തിന് കുക്കറിലത്തെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. വലിയ വെള്ളമൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിക്ക് ബീഫ് വെന്തത് മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് കപ്പ ഇവിടെ ഊറ്റി വെച്ചത് നമുക്ക് ഒന്നും കൂടി കുക്കറിൽ വെറുതെ വെള്ളത്തിലിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കട്ടൊന്ന് ഊറ്റിയിട്ടുള്ളൂ. അപ്പം ഇനി അത് കുക്കറിലേക്ക് എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വേവിച്ചാൽ നല്ല ഉടഞ്ഞ് വേവുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണല്ലോ രസവും ബീഫിക്ക്. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടൊരു 4 വിസിലടിക്കട്ടെ. അതിനാവശ്യമായ വെള്ളം ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ. നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറുതെ വെള്ളത്തിലിട്ടൊന്നും കൂടെ തിളപ്പിച്ച് ഊറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിലടിച്ചപ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ കയ്യിലുകൊണ്ട് അതൊന്ന് കുത്തി ഉടക്കുകയാണ്. ഉടഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം കയ്യിലുകൊണ്ടൊന്ന് കുത്തി ഉടച്ച ശേഷം അത് നേരത്തെ നല്ല കണ്ടില്ലേ, നല്ലോണം വെന്തതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ബീഫിക്ക് അത് കൊട്ടി കൊടുക്കുക കേട്ടോ. ഈ കറിവേപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ ആ ബീഫിക്കാണ് കൊട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും പാടെ കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ രണ്ടും പാടെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ കപ്പയും കട്ടൻ ചായയും ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.